ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, റോയ്സ, പോൾ, അബു, എനിക്ക് ഇവരൊക്കെ വളരെ കാലമായിട്ട് അറിയാം. റോയ്സാദ് PhDക്ക് എൻ്റെ ഗവേഷണ പ്രബന്ധം പരിശോധിക്കുന്ന സമിതിയിൽ അംഗമായിരുന്നു. പിന്നെ ഞാൻ വളരെ കാലം ജോലിയിലിരുന്ന യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇൻ്റർവ്യൂ എന്നപ്പോൾ അതിൻ്റെ പരീക്ഷകന്മാരുടെ അദ്ദേഹമായിരുന്നു. അവളാണെങ്കിലും വളരെ കുട്ടിയെ എനിക്കറിയാം. അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. വെച്ചാൽ ഞാൻ എന്തൊരു ആവശ്യം വന്നപ്പോൾ സാൻഡക്സിൻ്റെ ലിറ്റിൽ പ്രിൻസ് എന്നുള്ള പുസ്തകമോ അതിൻ്റെ പരിഭാഷ കിട്ടാൻ വേണ്ടി നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിഭാഷ എൻ്റെ കയ്യിൽ കൊച്ചു രാജകുമാരൻ. ഞാൻ ഹൈദരാബാദ് എനിക്കത് വലിയ സന്തോഷമായിരുന്നു. അതിമനോഹരമായ മലയാളത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് കിട്ടി. അതിൻ്റെ കാമ്പ്, അതിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ സത്ത ചോർന്നു പോകാതെ അത് പരിഭാഷപ്പെടുത്തി. ഞാൻ അതിൻ്റെ ഒരു സന്തോഷം, ഒരു നന്ദി, ഒരു മലയാളി എന്ന കാര്യം അദ്ദേഹത്തിന് കത്തയച്ചു. വളരെ കൊല്ലം അങ്ങനെ ഞങ്ങൾ പരിചയം. ഞങ്ങൾ പലയിടത്തും വെച്ച് കണ്ടു, പലയിടത്തും വെച്ച് കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരണം. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റൊക്കെ കൂടെ ഞാൻ സീംസോട് പറയായിരുന്നു, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഹിന്ദു പാരമ്പര്യത്തിൽ പറയും സത്സംഗം എന്ന് പറയും. സത്സംഗം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ കൂടെ കൂടി കഴിയുക. അത് നമുക്ക് നല്ലതാണ്. വിചാരിച്ച് നമ്മളൊരു പുഴയിൽ കുടിക്കുന്ന മാതിരി നല്ല സംസ്കാര സമ്പന്നരായ ആളുകളോട് വർത്തമാനം പറയാം, അവരോട് കഴിക്കുക, അവരോട് വർത്തമാനം പറയും. അപ്പം ഇതൊരു സത്സംഗം. അത് എനിക്ക് അങ്ങനത്തെ ആളുകളെ കാണാം എന്നുള്ളതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് തന്നെ ഞാൻ സംസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ കേരളീയ സംസ്കാരത്തിന് ഇന്ന് വല്ല പ്രതിസന്ധിയുമുണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു പ്രത്യേക പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അധികം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ ചില ആമുഖം പറയാം. നമ്മൾ കൂടി ചർച്ച ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ധാരണ. എൻ്റെ കൂട്ടത്തിൽ ഓള് എന്നെപ്പറ്റി പറഞ്ഞാൽ നല്ല വാക്കുകളൊക്കെയാണ് സ്വീകരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ആണ് എന്ന് വെച്ചിട്ടല്ല, ഞാൻ അങ്ങനെയൊക്കെ ആവണം എന്ന് എൻ്റെ സുഹൃത്തിനൊരു അഭിപ്രായമുണ്ട് എന്നുള്ള നിലയ്ക്കാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ എടുക്കാൻ വന്നാത്ത വാക്കുകളാണ്. അപ്പോൾ സംസ്കാരത്തെ പറ്റി ഞാൻ കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനം പറഞ്ഞത് ഫ്രോയിഡ് പറയാണ്, ദേഷ്യം കാണിക്കാൻ കല്ല് ഉപയോഗിക്കുന്നതിന് പകരം വാക്ക് ഉപയോഗിച്ചപ്പോൾ മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായി. ദേഷ്യം പ്രകടിപ്പിക്കാൻ കല്ല് വെച്ചല്ലേ ചെയ്തു. കല്ലിന് പകരം വാക്ക് ഉപയോഗിക്കാം എന്ന് എപ്പോൾ ആരംഭിച്ചു, അപ്പോൾ മനുഷ്യന്റെ സംസ്കാരം ആരംഭിച്ചു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന മാതിരി നമ്മുടെ ആധുനിക ലോകം രൂപീകരിച്ച ഒരാളാണ് ഫ്രോയിഡ്. അങ്ങനെ ഒരു തമാശയുണ്ട് പടിഞ്ഞാറൻ നാടുകളിൽ. അവിടെയൊക്കെ നടന്നും അതൊക്കെ വായിച്ചു പഠിച്ചു മഹാപണ്ഡിതനായ ആരോപിക്കുക എന്ന് പറയുന്നത് തെറ്റിന് അദ്ദേഹം നിർത്തിക്കോട്ട് കഴിച്ചിട്ട് 4 യഹൂദന്മാരാണ് ഈ ലോകം മാറ്റിമറിച്ചത് എന്നൊരു കഥയുണ്ട്. ഒന്ന് ക്രിസ്തു, വേറൊന്ന് മാർസ്, വേറൊന്ന് ഫ്രോയിഡ്, വേറൊന്ന് ഐൻസ്റ്റൈൻ. ഈ 4 യഹൂദന്മാരാണ് ഈ പ്രപഞ്ചം മുഴുവൻ മാറ്റിമറിച്ചത്. അപ്പോൾ നമുക്ക് പിടികിട്ടാത്ത മനുഷ്യ മനസ്സിന്റെ അഗാധ തലങ്ങളെപ്പറ്റി എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള ഒരു രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി ഫ്രോയിഡ് ആവിഷ്കരിക്കും. അദ്ദേഹത്തിന്റെ ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന പുസ്തകം 1900 ജനുവരി 2 പുറത്തു. അപ്പോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നിർവചനത്തില് സംസ്കാരം എന്നുള്ളത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഒരു ഇന്ത്യൻ ഭാരതീയമായൊരു സംജ്ഞ ഉപയോഗിച്ച് പറഞ്ഞാൽ അത് അഹിംസാനിഷ്ഠമായത് മാത്രമേ സംസ്കാരമാവുള്ളൂ. കേരളീയ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്ന കാര്യം, അത് ഒരു ജീവിത രീതിക്ക് പറയുന്ന പേരാണ്. പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യരുടെ ജീവിത രീതി, കേരളീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ കേരളീയരുടെ ജീവിത രീതി, മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ, തൊഴിലാളികളുടെ എന്നൊക്കെ പറയുമ്പോൾ സംസ്കാരം എന്ന് സാമാന്യമായി നമ്മൾ പറയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിത രീതിയാണ്, ഒരു വേ ഓഫ് ലൈഫ്.
അപ്പോൾ നമുക്കിപ്പോൾ ആലോചിക്കാനുള്ള കാര്യം, കേരളത്തിൻ്റെ സമകാലിക ജീവിതത്തിൽ അതിൻ്റെ ജീവിത രീതിയിൽ പുതിയ വല്ല പ്രതിസന്ധികളും ഉണ്ടാവുന്നുണ്ടോ? ഇത് നോക്കാനുള്ളൊരു രീതി, ഒരു സമ്പ്രദായം, ഇന്നത്തെ ഒരു പുതിയ വാക്ക് വെച്ച് പറയാൻ രീതിശാസ്ത്രം, സെറോളജി എന്ന് പറയുന്നത്, നമ്മളിത് എവിടുന്നാണ് നോക്കുന്നത്? അപ്പൊ കാർൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ച് മനോഭാവം രൂപപ്പെടുകയാണ്, മനോഭാവത്തിനനുസരിച്ച് ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുകയല്ല എന്ന് ആവർത്തിക്കാം. ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ച് മനോഭാവം രൂപപ്പെടുക, അല്ലാതെ മനോഭാവത്തിനനുസരിച്ച് ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുകയില്ല. സാമാന്യമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജന്മി കുടിയാൻ വ്യവസ്ഥ എന്നുള്ളതൊരു സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടന മാത്രമല്ല, അതൊരു മനോഭാവം ഉത്പാദിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ആ സമ്പദ്ഘടനയുടെ ഒരു സാമൂഹ്യ പ്രതിഫലനമാണ് നമ്മൾ അന്ന് കാണുന്ന മിക്ക സാമൂഹ്യ സ്ഥാപനങ്ങളും. ഇപ്പോൾ ജന്മിയിട്ട് കുടിയാനുണ്ട്. ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ സംസാരിക്കുന്ന ഒരാളുണ്ട്, കേൾവിക്കാൻ. അപ്പോൾ സംസാരിക്കുന്ന ആളൊന്ന് മേലെയാണ്. ഇപ്പോൾ ഇവിടെ മൊണാസ്ട്രിയാണ്, അതുകൊണ്ട് പള്ളിയിലെ കാര്യം പറഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ മേലെയാണ്, മറ്റത് കുഞ്ഞാടുകൾ താഴെയാണ്. കുടുംബമാണെങ്കിൽ അവിടെ കുടുംബനാഥൻ എന്നുണ്ട്, മറ്റുള്ളവർ അതിലെ കുടിയാന്മാരാണ് എന്ന് അതിൻ്റെ മുഴുവൻ സാമൂഹ്യ പ്രതിഫലനമായിട്ടാണ് എംഗൽസ് അങ്ങനെ പുസ്തകം തന്നെ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ തരത്തിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഇതിലൊരു വലിയൊരു പ്രശ്നം, ദാരിദ്ര്യം ഒരു പ്രശ്നമാണ് എന്നതുപോലെ സമ്പത്തും ഒരു പ്രശ്നമാണ്. 40കളിൽ ഇന്ത്യയുടെ നാനാഭാഗത്തും വലിയ ക്ഷാമം ഉണ്ടാകുന്നു. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ 51-ലാണ് ജനിച്ചത്. 60കളിലെ ദാരിദ്ര്യം എന്നത് ഞാൻ കാണുകയും അറിയുകയും മഹാഭാഗ്യത്തിന് കുറച്ച് സൗകര്യം പുള്ളിയെടുത്തുകൊണ്ട് നേരിട്ട് അനുഭവിച്ചത് ഞാനത് കണ്ടിട്ടുണ്ട്. താളും അവരെയൊക്കെ പറിച്ചിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം സമ്പത്ത് എങ്ങനെയാണ് സംസ്കാരത്തെ നിർണ്ണയിക്കുന്നത്? ക്രിസ്തുവിന്റെ ഒരു താക്കീത്, നിനക്ക് 2 യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ സാധിക്കും. അപ്പോ നമ്മള് ആത്മാവ് എന്ന് ക്രിസ്തു പറയുന്ന സംസ്കാരത്തെ പറ്റിയാണ്. അപ്പൊ സമസ്തവും നേടിയിട്ട് ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ കാര്യം ചോദിക്കും. അപ്പോ മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരുടെ അദ്ദേഹം പറഞ്ഞൊരു വാക്യം, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കുന്നതിനെയല്ല, സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്. അറബിയിലേക്ക് നോക്കിയാൽ, അറബ് നാടുകളിലൂടെ നോക്കിയാൽ 1930-കൾക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ ദാരിദ്ര്യം പിന്നീട് എണ്ണ കണ്ടെത്തി വന്ന ഈ സമ്പത്തിന്റെ കാലവും. അപ്പോ സമ്പത്ത് വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ മതത്തെ, നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ സാമൂഹികത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ ബാധിച്ചതെന്നാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായി നമുക്കിന്ന് ആലോചിക്കാനുള്ളതെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോ കേരളം ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാല്, ഇത്രയും സമ്പന്നമായ ഒരു കാലം നമുക്കുണ്ടായിട്ടില്ല. നമ്മുടെ സംസ്ഥാനം അതിന്റെ ഏറ്റവും സമ്പന്നമായ കാലത്തിലൂടെ കടന്നു പോവാണ്. 47 കഴിഞ്ഞിട്ട് ഏറ്റവും അധികം മെച്ചപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം കേരളം. വിദ്യാഭ്യാസം, ചികിത്സ, ഭക്ഷണം, വേഷം, കല, എല്ലാ കാര്യങ്ങളും ഒരുപടി ഗുണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ദോഷം മാത്രം തന്നെ. ഗുണങ്ങളെല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ വൃത്തി എന്നത് വലിയൊരു ഒരു സംഗതിയായിട്ട് ഇപ്പോ അങ്ങനെയുണ്ട്. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് തമാശയായിട്ട് പറയുന്നതാണ്, ഭക്ഷണം കഴിക്കുന്നത് ഒളിച്ച് കഴിക്കും, വിസർജിക്കുന്നത് പരസ്യമായിട്ട് ചെയ്യും. കാരണം കുളിമുറി ഉണ്ടാക്കാൻ കാശില്ല, കുളിമുറി ഒരു കക്കൂസ് ഉണ്ടാക്കാൻ കാശില്ല. പിന്നെ ഇതിനൊക്കെ എന്തെങ്കിലും ഒളിവും മറവും വേണമെന്ന് വിചാരമില്ല. മലയാള ഭാഷയിലെ ശൈലി തന്നെ വിസർജിക്കുന്നതിന് വിളിക്കിറങ്ങുന്നു. അതിന് വെളിയിലിറങ്ങുന്ന മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിസർജിക്കാന്ന്, വിളിക്കിറങ്ങി. അത് പാടില്ലാത്തതാണ്. അപ്പൊ നമ്മള് ഊണ് കഴിക്കുന്ന സ്വാരി കഴിക്കുന്നതുകൊണ്ടാണ് വേറെടുക്കാൻ കൂടില്ല. കാരണം നിങ്ങളൊരാള് കാണു കഴിച്ച അയപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് വേറെ സാധനമില്ല. അപ്പൊ ഇവിടുന്ന് മാറിയിട്ട് ഇത്രയും സമ്പൽ സമൃദ്ധമായി തീർന്നു കേരളം.
അതാണ് ഇംഗ്ലീഷ് പറയും. എല്ലാ ഭാഗ്യങ്ങളുടെയും പിറകെ ഒരു കുറ്റകൃത്യമുണ്ട്. ഇപ്പോ ഈ 20-ാം നൂറ്റാണ്ടിൽ അറബികൾക്ക് വന്ന മഹാഭാഗ്യത്തിന് യാതൊരു ക്രൈമുമില്ല. അത് ഭൂമിനടിയിൽ എണ്ണയും ഡീസലും പിന്നെ നാച്ചുറൽ ഗ്യാസും ഒക്കെ കണ്ടെത്തി. ഇതിന്റെ പങ്ക് പലരും പിന്നെ ഇവിടെ നമ്മൾ ഉദാഹരണമാണ്. ഇവിടുന്ന് ആളുകൾ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ജർമ്മനിയിലേക്കും ബോംബെയിലേക്ക് ഹൈദരാബാദിലേക്ക് മദിരാശിലേക്ക് ദുബായിലേക്ക് കുവൈറ്റിലേക്ക് പണ്ട് നമ്മൾ പറഞ്ഞ ഒരു മണി ഓർഡർ എക്കോണമി ഉണ്ടായിരുന്നു. ഇപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇപ്പോ ഇവിടെ കണ്ട് ഞാൻ വിചാരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് കള്ള ലോഞ്ച് എന്ന് പറയാം. നമ്മൾ പണ്ട് ഇവിടുന്ന് 60കളിലൊക്കെ എങ്ങനെയാണ് കോഴിക്കോട് നിന്ന് കള്ള ലോഞ്ച് കയറിയ ആളുകൾ ദുബായിലേക്ക് പോയിരുന്നത്, അതേമാതിരി ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളികളാണ് എന്ന് നടിച്ചിട്ട് കള്ളത്തരത്തിൽ ആളുകൾ കോഴിക്കോട്ടും തൃശ്ശൂരും എറണാകുളത്തും വരുന്ന കാലം വന്നു. അപ്പോ ഓളെ വിശ്വസിക്കുമോ, മുക്കം താമരശ്ശേരി ബസ്സിന്റെ മുകളിൽ മലയാളത്തിൽ ഇതേ കൂടാതെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് പേര് മുക്കം താമരശ്ശേരി. അത്രയധികം. ഞാൻ രാവിലെ 6 മണിക്ക് നടക്കാൻ വന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഞാൻ ഇരിക്കുന്ന ഞാൻ അവിടെ കുറച്ച് നോട്ട് ചായപ്പുള്ളി മാതൃകയൊക്കെ വായിക്കും, ചായ കുടിക്കും. അവിടെ മുഴുവൻ ഹിന്ദിക്കാരൻ ബംഗാളുണ്ടായ സംഭവമാണ്. ആനന്ദ് എഴുത്തുകാരൻ, പുള്ളി കോഴിക്കോട് ഒരു പരിപാടിക്ക് അദ്ദേഹം അവിടെ ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ ചായ കൊടുക്കും. അപ്പൊ അദ്ദേഹം കഴിക്കാൻ എന്താണ്, അപ്പൊ ആ പരിചാരം പറഞ്ഞു ഹിന്ദിമേ ബോലി. ആ ഹിന്ദിക്കാരൻ അവനത് പറഞ്ഞ മനസ്സിലാണ്. ഇദ്ദേഹം ഉത്തരേന്ത്യയിലായതുകൊണ്ട് ഈ ഡൽഹിയിലായതുകൊണ്ട് പ്രയാസം. ഞാൻ പറഞ്ഞത് മുക്കെന്ന് പറഞ്ഞത് ഒരു റിമോട്ട് ഒരു വളരെ ഉൾനാട് ഒരു സ്ഥലത്ത് ഈ തരത്തിൽ അവിടെ കുറേക്കാലം തമിഴന്മാരായിരുന്നു. ഇപ്പോ അവിടെ ബംഗാളീസ്, അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു തമാശ പ്രസംഗക്കാരുണ്ട്. അവൻ മാർഷിച്ച ചീത്തോട് പറയും ബംഗാളിലേക്ക് നോക്കൂ എന്ന് ഇനി പറയണ്ട, കാരണം നമ്മുടെ അവിടെ തന്നെ ഉണ്ട്, ഇവിടെ ബംഗാളിലേക്ക് പറയണ്ട. അപ്പോ ഇനിയിപ്പോ നമ്മൾ കേട്ടത് 21-ാം നൂറ്റാണ്ടിൽ യുദ്ധം വെള്ളത്തിന് വേണ്ടിയാണെന്ന് പറയും. അപ്പം പെട്രോൾ ഇല്ലാതെ ജലസമൃദ്ധമാണ് കേരളം. ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണ്. പ്ലാച്ചിമണിയിൽ നമ്മൾ സമരം ചെയ്തു, തൽക്കാലം വിജയിച്ചു. ഇനിയിപ്പോ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞ വേറൊരു കാര്യമാണ്. അപ്പോ ഈ സമ്പത്ത് സത്യം പറഞ്ഞാല് അളവിൽ കൂടുതൽ ശമ്പളം, ഞാൻ പറയാം, എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ കിട്ടുന്നത് ഒരു കുറ്റബോധമാണ്. പ്രായം എന്നോട് യോജിക്കുന്നത് ഞാൻ വിചാരിക്കും. അല്ലേ പൈസ? കാരണം ഒരു കോളേജധ്യാപകന് 1.25 ലക്ഷം രൂപയാണ് ഇപ്പൊ ശമ്പളം. ഞാൻ അധ്യാപക വർഗത്തിൽ വർഗബോധമല്ലാതെ സംസാരിക്കുന്നു. കാരണം UGC ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്ത അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. അന്നിപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യം പറയാം. അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി ചേർന്ന ഉടനെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരു സുഹൃത്ത് വന്നു. അവർ പറഞ്ഞു ഞാൻ പിന്നെ കുറേ കാത്തിരിക്കുന്ന മാഷം ക്ലാസ്സിൽ ഇരുന്നിട്ട്, പക്ഷെ ഒന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ ഒരു മഹാത്മാ എന്നൊരു പാരൽ കോളേജ് ഉണ്ട്, വടകരയുണ്ട്, തലശ്ശേരി ഉണ്ട്. എന്താണ് അവിടെ MAക്ക് 4-5 ബാച്ചുണ്ട്. എന്താ പ്രശ്നം പറഞ്ഞു, മാസം ഒരു സ്റ്റുഡൻറ്റിനെ നിർദ്ദേശിച്ചാണ് ഇതിനാണ് ഒരു മാസമായിട്ട് അവിടെ വയ്ക്കുക. ഞാൻ എന്ത് ശമ്പളം കൊടുക്കും? ശമ്പളം എന്താ വേണ്ടി കൊടുക്കും? പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾ പറയണം ഇയാളെ വെക്കണം, നിങ്ങളെ പേര് സ്റ്റുഡൻറ്റ് മതി ക്ലാസ് എടുക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചല്ല, ഞാൻ ഒരാളോട് പറയാനാണ് എന്ത് ശമ്പളം. അപ്പൊ അയാൾ പറഞ്ഞു ഒരു 5000 കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ വരാം. എന്താ ഇവിടെ 2700 ഉള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകരായി ചേരുമ്പോൾ 2700 ഞാൻ വരണം. എന്താ മോശം പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല, 5000 ലീവ് എടുത്താൽ മതി, ഇവിടെ കിട്ടുന്ന നേരത്തെ ഞങ്ങൾ പറയുന്നത്. ഇതായിരുന്നു സ്ഥിതി. ഈ സ്ഥിതി മാറിയിട്ട് ഇപ്പോ ജോലിയില്ല, ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതിയായി. ശമ്പളം ബില്ലെഴുന്ന പണിയെങ്കിലും ഉണ്ടായിരുന്നു വേണ്ട, ഇപ്പൊ അതുമില്ല. ATM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സമൃദ്ധം. അപ്പോ നമ്മള് സമൃദ്ധമായി പല ഈ സമൃദ്ധി എങ്ങനെയാണ് നമ്മളുടെ മനോഭാവങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, നമ്മുടെ മതത്തെ, നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ആലോചിക്കുന്നതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇപ്പോ എൻ്റെ ഒരു നിരീക്ഷണം,
നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊന്നും ഇപ്പോൾ ഞാൻ തീർപ്പ് പറയല്ലോ, ഞാൻ ചില അഭിപ്രായങ്ങൾ പറയാം. കേരളത്തിൽ വന്നിട്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ വിമർശിക്കും പറയാത്തൊരു കാര്യം, വിമോചന സമരകാലത്ത് അമേരിക്ക കമ്മ്യൂണിസം ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരെയും പൈസ കൊടുത്തു. അതിനേക്കാൾ എളുപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ പൈസ കൊടുക്കുന്നവർക്ക് മനസ്സിലായപ്പോൾ പ്രശ്നം തീർന്നു. കമ്മ്യൂണിസം നശിപ്പിക്കാൻ എന്ത് ചെയ്യുക? കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ പൈസ കൊടുക്കുക, തീർന്നല്ല. എന്താ തീരാൻ പാടില്ല? പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോ ഞാൻ നോക്കിയിട്ട് മതം, രാഷ്ട്രീയം, വ്യാപാരം, മതം, രാഷ്ട്രീയം, വ്യാപാരം, ഇത് മൂന്നും കൂടി വേറിട്ട് കാണാത്ത ഒരു സാംസ്കാരിക പ്രതിസന്ധി ഇന്ന് കേരളത്തിലുണ്ട്. ഇതിലേതാണ് മതം, ഇതിലേതാണ് രാഷ്ട്രീയം, ഇതിലേതാണ് വ്യാപാരം തിരിയുന്നില്ല. ഞാനിവിടെ അറിയാത്തൊരു ഉദാഹരണം പറയാം, ഇവിടെ അറിയുന്നതും പറയാം. ഇവിടെ അറിയുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ലേശം ദേഷ്യം വരും, പിടിച്ച് വന്നോട്ട്, പിടിച്ച് ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന ഇവിടെ കേട്ടോന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബി മരിച്ചിട്ട് 1400 കൊല്ലായി. ഇപ്പോ അവിടെ പുറപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തലമുടി. അവിടെ ഒരു തമാശ ഉണ്ടായിരുന്നു. വന്യൻ രവി തന്നെ കണ്ടപ്പോ ഇത് കൊണ്ടുവന്ന കാർന്നവർ നോക്കിട്ടോ എന്തോരം മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ നടന്നു. വന്യൻ രവി തന്നെ കണ്ടപ്പോ ചോദിച്ചു മുടി. അപ്പോ ഈ തലമുടി, ഞാനത് ഒരു എക്സാമ്പിൾ പറയാം ഇന്നത്തെ. അപ്പൊ ഈ മതം അവിടെ വന്നത് മുഹമ്മദ് നബിയുടെ കാലത്താണെന്നാണ് വിശ്വാസം. തെളിവുള്ളത് 9-ാം നൂറ്റാണ്ടിനുള്ളിൽ വന്നു പറ്റും. കോട്ടയത്ത് ആയിക്കോട്ടെ 10 നൂറ്റാണ്ടായിട്ട്. ഈ 10 നൂറ്റാണ്ടായിട്ട് AD 632 മരിച്ചുപോയ മുഹമ്മദ് നബിയുടെ തലമുടി ഇപ്പൊ വരികയാണ്. എന്നിട്ടോ അത് പ്രതിഷ്ഠിക്കാനൊരു പള്ളി ഉണ്ടാകും. അതിട്ട് വെള്ളം കുടിച്ചാൽ അസുഖം മാറുന്ന അവർ വിശ്വസിക്കുന്ന അങ്ങനെ പലരും ആൾക്കാരെ വിഷയം എന്താ പ്രശ്നം? ഇതിനെന്താ ഇതിൽ പ്രശ്നം തന്നെ എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ തന്നെ ഒരു തമാശ പറഞ്ഞത്, കാരണം എന്നൊക്കെ പഠിപ്പിച്ചത് മുഹമ്മദ് നബിയുടെ ഒന്നിനും നിഴലില്ല. എന്താണ്? അദ്ദേഹം തന്നെ പ്രകാശമാണ്, പ്രകാശത്തിന് നിഴലില്ല. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ തലമുടി ഇങ്ങനെ കാണിച്ചാൽ അതിന് നിഴലിടാൻ പാടില്ല. TV ഞാൻ കാണുമ്പോൾ നിഴലില്ല, കാരണം ലൈറ്റ് അടിച്ചാൽ നിഴലുണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞാൽ അത് വേറെ എന്തായിരിക്കും, മുഹമ്മദിനോട് കൂടിയല്ല, കാരണം അതിന് നിഴലുണ്ട്. ഞാൻ പഠിച്ചത് നിഴലില്ല എന്നാണ്, അദ്ദേഹത്തിന് ഒന്നും നിഴലില്ല. ഇപ്പോ ഞാൻ ഒറ്റ കാര്യം, ആ പള്ളിക്ക് തറക്കല്ലിട്ടു, പക്ഷെ ഇപ്പോഴും ആ പള്ളി എവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ തറക്കല്ലിട്ടു നിർത്തി വെച്ചിട്ടില്ല, കാരണം സ്റ്റേറ്റ് മുകളിൽ കണ്ടത്. കാരണം ഇത് ഭയങ്കരമായ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെയും ലാൻഡ് മാഫിയുടെയും കളിയാണ്. കാരണം ഇവർക്ക് 40 കോടി രൂപയുടെ പള്ളി ഉണ്ടാക്കുന്നത്, ആ 40 കോടി പിരിഞ്ഞു കിട്ടി കഴിഞ്ഞു. 40 കോടി ബുദ്ധിമുട്ടില്ല. അപ്പൊ CPM-നാണെങ്കിൽ ഒരു ബക്കറ്റ് വെച്ചാൽ 1 കോടി രൂപ ഒരു ദിവസം കിട്ടുന്നതാണ് അവർ തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ 2 കോടി പിരിക്കാൻ വേണ്ടി CPI പോയിട്ട് 12 കോടി ആയി പോയി. അതാണ് സ്ഥിതി. ഒരു അതിശയോക്തി തോന്നുന്നു. അപ്പൊ 40 കോടി കാന്തപുരം. അപ്പോ ഞാനൊരു കാന്തപുരം എന്ന് പറയുന്ന ഒരു പൗരോഹിത്യത്തിന്റെ മതത്തിന്റെ ഒരു എക്സാമ്പിൾ മാത്രം പറയാണ്. പണം പിരിഞ്ഞു കിട്ടി. കാരണം ഇത് കോഴിക്കോട് നഗരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാലാണ് ഏറ്റവും കൂടുതൽ, കാരണം ഇത് വരുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാൻ പോകും. എന്താ കാരണം? മുഹമ്മദ് നബിയുടെ മുടി ഉള്ളത് പിന്നുള്ളത് ഒന്ന് ഹസ്രത്ത് ബാൽ എന്ന് പറഞ്ഞിട്ട്, ബാൽ ഷരീഫ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് കാശ്മീർ. അതിനിത്ര പബ്ലിസിറ്റി ആയിപ്പെടുന്നത്. നമ്മൾ ബഷീർ പണ്ട് അവിടെ പോയപ്പോൾ അതിനെ പറ്റി വിശുദ്ധ രോമം എന്ന് പറഞ്ഞിട്ടൊരു പരിഹസിച്ചു. ബഷീർ പറയാറുണ്ട് എല്ലാ മതങ്ങളും രോമമതങ്ങളാണ്. അവർക്ക് വലിയ പ്രശ്നം രോമം എത്ര നേടണം, എത്ര കുറയ്ക്കണം, എവിടെ പഠിക്കണം, എവിടെ വയ്ക്കണം എന്ന എല്ലാ മതങ്ങളിലും പ്രധാനപ്പെട്ട കച്ചവടം, പ്രധാനപ്പെട്ട വർത്തമാനം, പ്രധാനപ്പെട്ട പ്രശ്നം രോമങ്ങളാണ്. അതുകൊണ്ട് ഈ മതങ്ങളൊക്കെ രോമമതങ്ങളാന്ന് പറയും. അദ്ദേഹം അവിടെ പോയപ്പോ ഒന്നുമില്ല, ജവഹർലാൽ നെഹ്റു ഹസ്രത്ത് ബാൽ ഷരീഫ് പള്ളിയിൽ ഇത് കാണാതെ വലിയ പ്രശ്നമായി. ഇത് മോഷണം പോയി. 3-ാം ദിവസം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറയാണ് ആ മുടി കണ്ടു കിട്ടി കഴിഞ്ഞല്ലോ. കാരണം അതുകൊണ്ട് കലാപം ഉണ്ടാവും, അഖിലേന്ത്യാ കലാപം ഉണ്ടാകുന്നത് മതി. ഞാൻ പറയുന്നത് ഈ പള്ളി മുടിപ്പള്ളി എന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത്. മലബാറിൽ പറയുന്നത് മുടിപ്പള്ളി. ഈ മുടിപ്പള്ളി എവിടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി വലിയൊരു റിയൽ എസ്റ്റേറ്റിന്റെ കച്ചവടം നടക്കും.
അതിപ്പോ ഇവിടെ വെച്ചാൽ ഇവിടെ അവർക്ക് 40 ഏക്കർ കിട്ടുന്നു, 400 ഏക്കർ കിട്ടുന്നു, 50 ഏക്കർ ആവണം എന്നൊക്കെ. അപ്പൊ ആ പള്ളി വരുന്നതോടുകൂടി ആ ഏരിയയിലെ മുഴുവൻ ഭൂമിയുടെ വില കയറും. അവിടെ ഹോട്ടൽ ഉണ്ടാവും, മറ്റുണ്ട് മറിച്ചുണ്ടാവും. കണ്ടോ, ഇത് മതമാണോ വ്യാപാരം? ഇനി ഇതിന്റെ പുറത്ത് ഈ പിന്തുണയായിട്ട് വരുന്ന മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ എന്താണ്? ഒരു വോട്ട് ബാങ്കാണ് ആളുകൾ. ഇപ്പൊ ഇവിടെ അറിയുന്ന ഒരു ഉദാഹരണം, ഇപ്പൊ ഒരാളെ പുണ്യവാണോ പുണ്യവാളത്തെ പ്രഖ്യാപിച്ചൊരു ഒരു ശവകുടീരം ഉണ്ടെങ്കിൽ ആ പ്രദേശം പെട്ടെന്ന് തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന അനുഭവം കൊണ്ടറിയാം. അവിടെ കച്ചവടം കൂടും, അവിടെ ഭൂമിക്ക് വില കയറും, അവിടെ നല്ല ഹോട്ടൽ ഉണ്ടാവും, ആശുപത്രി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതും വോട്ടാക്കി മാറ്റും. അമൃതാനന്ദമയിയുടെ ഒരു കേന്ദ്ര ഒരു സ്ഥലത്ത് വരുമ്പോൾ അമ്മ അവിടെ വരുന്നു എന്നുള്ളതോടുകൂടി സംഗതി മാറും. ഇത് രാഷ്ട്രീയക്കാർക്കറിയാം, ഇത് കച്ചവടക്കാർക്കറിയാം. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിൽ എവിടെയാണ് മതം, എവിടെയാണ് വ്യാപാരം, എവിടെയാണ് രാഷ്ട്രീയം എന്ന് തിരിയാത്ത മട്ടിൽ കാര്യങ്ങൾ മുഴുവൻ കലങ്ങി. ഈ കലങ്ങിയതിന്റെ പല ഉദാഹരണങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നിപ്പോ CPM എടുക്കുന്ന ഒരു ലൈൻ. എന്താണ് CPM ഇപ്പൊ ചെയ്തൊരു കാര്യം? തലശ്ശേരിയിൽ അവര് ഒരു മുസ്ലിങ്ങളുടെ സമ്മേളനം വെച്ചു. ഇങ്ങനെ പ്രധാനമായിട്ട് ചെയ്തത് ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ വേറെ ഇരിക്കണം. CPM നടത്തണം, എന്നിട്ട് പള്ളി കമ്മിറ്റി നടത്തണം. എന്നിട്ട് ഇവിടെ മാപ്പപ്പാടുണ്ട്, ബിരിയാണി ഉണ്ട്, ഹലുവയുണ്ട്, എല്ലാം. അപ്പോ ഈ തരത്തിൽ ഒരു ഉദാഹരണം പറയാം. അതുപോലെ അവിടെ മലബാറിൽ ഇവിടെ കണ്ടോ എനിക്കറിയില്ല, അമ്പലം കമ്മിറ്റികളിൽ നുഴഞ്ഞു കയറി അമ്പലം കമ്മിറ്റി പിടിച്ചെടുക്കുക. ഇപ്പം ഡിജിറ്റൽ കമ്മിറ്റിയിൽ സഖാവ് അയ്യപ്പരാവ് ശബരിമല നല്ല കച്ചവടം. അപ്പൊ എങ്ങനെയാണ് ഈ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക? ഞാൻ പറയാം, പുത്തമ്പള്ളിയിലൊരു ജാറുണ്ട്. പുത്തമ്പള്ളി ജാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പോകുന്ന ഒരു സിദ്ധൻ മറവിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി അനവധി കാലമായിട്ട് CPM CPI കൂടി ഓഹരി വെക്കുക. ഭൂരിപക്ഷം ഉണ്ടായി അവര്. കാരണം ഇത് വോട്ടാക്കാന്ന്. ഇതിലെ ഈ അന്ധവിശ്വാസം വലിയ തമാശ എന്ന് വെച്ചാൽ ഞാനവിടെ കാണാൻ പോകും. അപ്പൊ അവിടുത്തെ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ഭ്രാന്ത് മാറുന്നതാണ് വിശ്വാസം. അപ്പൊ എത്രയോ ആള് അവിടെ വന്ന് വെള്ളം കുടിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ഒരു സൈക്കാട്രിസ്റ്റും ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റും ഉണ്ട്. ഞാൻ ചിന്തത്തിനവിടെ വെള്ളം കുടിച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു തരത്തിലും ഇതിനെ കൂട്ടിച്ചേർത്ത് ആലോചിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ വലിയൊരു ഫലിതം എല്ലായിടത്തും ഉണ്ടാവുന്ന ആശുപത്രികളാണ്. എന്താ കാരണം? അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മലബാറിലാണെങ്കിൽ മിക്ക സ്ഥലത്തും ആശുപത്രി, മാത്രമല്ല എല്ലാ ആശുപത്രിയും അതിന്റെ പുരോഗതി വളരെ കൃത്യമാണ്. എന്താണ്? എല്ലാ ആശുപത്രികളും ഒരു ഒഴിവില്ല, പുരോഗതി ഉണ്ട് തുറപ്പല്ല. മാത്രമല്ല ആശുപത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഏർപ്പാട് എല്ലാ സമുദായക്കാരുടെ ഇടയ്ക്കുണ്ട്. പ്രാർത്ഥിച്ചാൽ മതി. അപ്പോ മന്ത്രവാദം, കൂടോത്രം, പിന്നെ കള്ളാട്ടം കയറ്റാൻ നോക്കി. ഈ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് മനസ്സിലായത്, ഈ നമ്മുടെ ശത്രുവിനെ ദ്രോഹിക്കാൻ വേണ്ടി ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ആണല്ലോ. ശത്രു സമ്മാന പൂജ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടെ ഈ പൂജ കഴിക്കും, നീ പോയിട്ട് അവനെ സംഭരിച്ചിട്ട് പോകുന്നു. അപ്പൊ ഇവര് ആരെയാണ്? എനിക്ക് മനസ്സിലായില്ല. ആരെയാണ് ഇവർ ആരാധിക്കുന്നത്? ഏത് ദൈവത്തോടെ എനിക്ക് പറയാൻ പറ്റും മറ്റവനെ ദ്രോഹിച്ചിട്ട് വാ, ഈ മറ്റവനെ തളർത്തിയിട്ട് വാ എന്ന് ദൈവത്തോട്? ഇപ്പൊ മന്ത്രവാദം എന്ന് പറഞ്ഞ ഭക്തി എന്താണ്? ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കണം. മന്ത്രവാദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ അതിന് ഇന്ന ഫലം ഉണ്ടാവുന്നുള്ള വിശ്വാസം. അത് ദൈവവും അതിന് മന്ത്രത്തിന് അധീനമാണ്. ദൈവം തന്മന്ത്രം ബ്രാഹ്മണാധീനം എന്നാണ് നമ്മൾ പണ്ട് പഠിക്കുന്നത്. ബ്രാഹ്മണവും മമ ദൈവതം എന്ന് പറയുമ്പോൾ വീട്ടി പഠിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു മനക്കലെ കാര്യസ്ഥന്റെ വായനാചമുള്ള ശ്ലോകം എന്ന് അദ്ദേഹം അതിനെ ആക്ഷേപിക്കും. അപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു, അനാചാരങ്ങൾ പെരുകുന്നു. നമ്മൾ ദൂരീകരിച്ചു എന്ന് വിചാരിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ അനാചാരങ്ങളും മടങ്ങി വരണം. മടങ്ങി വരുന്ന സാധനം പുതിയത് ഉണ്ടാവുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം, എല്ലാവരുടെ ഇടയ്ക്ക് കിട്ടും. അപ്പൊ അതിലൊരു ഉദാഹരണമാണ് ഞാൻ ഈ മുടിപ്പള്ളി വിസ്തരിച്ച് പറഞ്ഞത്. അത് പണ്ടില്ലാത്തൊരു സാധനം. ഇപ്പോ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞത് പണ്ട് കേട്ടില്ല, ഒരു 5-6 കൊല്ലമായിട്ട് കേൾക്കാൻ. എന്താണ്? അതൊരു പ്രത്യേക ദിവസം നമ്മള്
സ്വർണം മേടിച്ചാൽ ഐശ്വര്യം ഉണ്ടാവും. ആർക്ക്? സ്വർണ്ണം പിടിക്കാൻ ഐശ്വര്യം ഉണ്ടാവുന്ന ഉറപ്പാണ്, നമുക്കുണ്ടാവുന്നു. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള സാധനമല്ല, നിങ്ങൾ ഇന്ന നിറമുള്ള ഒരു കല്ല് ഉള്ള മോതിരം ധരിച്ചാൽ നിങ്ങൾ പരീക്ഷ പാസ്സാവും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. അതുപോലെ ഇപ്പൊ അവിടെ ഇപ്പൊ TV വന്നപ്പോൾ, ഫേസ്ബുക്ക് വന്നപ്പോൾ, സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമ്മുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതെ ആവുന്നതിന് പകരം അത് ഭയങ്കരമായി വർദ്ധിച്ചു. ഞങ്ങളുടെ അടുത്ത് ലോക്കൽ TV-യിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ജ്യോതിഷികളൊക്കെ ഈ ജ്യോതിഷം, കമ്പ്യൂട്ടർ ജാതകം എന്നൊരു സാധനം പറയുന്നത്, അതൊക്കെ കമ്പ്യൂട്ടർ TV ഒക്കെ വല്ലവരുമല്ല. വിവേകാനന്ദനാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു ഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലെ നന്മ തിന്മകൾ തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് ആ ജീവിതം തന്നെ ആവശ്യമില്ല. അത്ര അബ്സേർഡായ ഒരു സാധനമാണ്. ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ TV-യിൽ ഒരു ഏർപ്പാടെന്ന് വെച്ചാൽ പേരിന്റെ വിസ്മയം എന്നാണ് ആ പ്രോഗ്രാമിൽ. ഒരാൾ വിളിക്കുന്നു, ഹലോ ആരാണ്? രുക്മിണി. എന്താ പ്രശ്നം? ഒന്നുമില്ല സാറേ, ഞാൻ പരീക്ഷ എഴുതിയൊക്കെ തോറ്റു പോകും. പേരിലെ പ്രശ്നം. അപ്പൊ രുക്മിണി എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? RUGIMINI എന്നാണോ RUKMINI എന്നാണോ? അയ്യോ സാറേ, ഞാൻ RUKIMI. RUG എന്നാകണം. പിന്നെ എഴുതുമ്പോൾ P എന്നുള്ള ഇംഗ്ലീഷിൽ ഇനി എഴുതണ്ട. നമ്മുടെ ചെറിയാച്ചൻ, നമ്മുടെ ബഹുമാനായ എഴുത്തുകാരൻ, പ്രിയ സുഹൃത്ത് ചെറിയാൻ ഒരു ഘട്ടത്തിൽ ചെറിയാൻ എഴുതാൻ ചെറിയാൻ എഴുതി. ഞാൻ അതെ ഇത് പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് ഞാനവിടെ പോയത് ഒരു പുസ്തകം തന്നിട്ട് ഞാൻ പറഞ്ഞത് ചെറിയാൻ എന്ന് പറഞ്ഞാൽ അടിയുള്ളൂ, അല്ലെ അടിയൂല. എന്നാ പിന്നെ താൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇനീഷ്യലി ഇതിങ്ങനെ ഈ തരത്തിൽ. ഇപ്പോ ഒരു സംശയമില്ല, ഈ സമ്പത്ത് വന്നിട്ട് ഇതിന്റെ ആർജിതാണ്. സമ്പത്ത് വന്നിട്ട് നമ്മുടെ ഒരു പ്രസിദ്ധിയായിട്ട് വന്നൊരു സാധനം, പണം കിട്ടിയിട്ട് ഇതിന്റെ മോഹം തീരല്ല ഉണ്ടായത്. ആർത്തി കൂടെ ഞാൻ ഉദാഹരണം, നോട്ടിരട്ടിപ്പിക്കുന്ന ഏർപ്പാടുണ്ട്. എന്താണ്? 10,000 രൂപ നിങ്ങൾ കൊടുത്താൽ 20,000 രൂപ നിങ്ങൾക്ക് തരും. ആന്ധ്രയിലെ യാതൊരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാർ അതിന്റെ ഇരകളെ കണ്ടെത്തുന്ന കേരളത്തിലാണ്. കാരണം അപ്പൊ PhD ആയിരിക്കും. ഇത് 10,000 രൂപ അങ്ങോട്ട് കൊടുത്ത് 20,000 കൊണ്ട് ഈ ചെങ്ങായിക്ക് അത് എടുത്താൽ പോലും വിചാരിക്കാൻ ബുദ്ധി പറ്റത്തില്ല. PhD ആണ്, MSc ആണ്, MPhil ആണ്, PhD ആണ്, കോളേജ് പ്രൊഫസറൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വൈശാഖത്തായിരിക്കും. എന്നിട്ട് ഇത് ഈ തരത്തിൽ ഇപ്പോ എന്താണ് ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞിട്ട് അത്ര ലക്ഷം രൂപ. അപ്പൊ ഞങ്ങളുടെ നാട് എന്തായാലും തമാശ, അവിടെ മീൻകാരൻ മുഹമ്മദ് ആ വിവരം പിടിച്ചു പോലീസ്, വലിയ ബഹളം. അപ്പൊ എന്താണ്, അവൻ 1 കോടി രൂപ അങ്ങനെ അപ്പൊ എന്താ ആളുകളോട് 1 ലക്ഷം രൂപ വാങ്ങി പലിശയായിട്ട് ആദ്യത്തെ മാസം 10,000 രൂപ. അപ്പൊ ഈ 1 ലക്ഷം രൂപ ഇരിപ്പാണ്. ഇങ്ങനെ എല്ലാവരോടും വാങ്ങി അവൻ ബോംബെക്ക് മുങ്ങി, അവനെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പൊ പലരും പരാതി കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ പൈസ കൊടുക്കുന്നു പറയാൻ പറ്റും. അപ്പൊ ഇവൻ പറഞ്ഞു 1 കോടി രൂപ എന്റെ ബാങ്കിലുണ്ട്, എനിക്ക് അവിടെ ഇരുന്നാൽ ജയിലിൽ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. അവന് 7ാം ക്ലാസ് ആയിരുന്നു. ആർത്തി പണ്ടാരങ്ങളായിട്ട് ഇവിടെ ഗാന്ധി പറയാണ്, നിങ്ങൾ ഈ ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഉണ്ട്, അവരാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. I am talking about the need. If you are talking about the greed, it is insufficient for a single person. അപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇപ്പോൾ ഇത് എത്ര കിട്ടിയിട്ട് ഇത് മതിയാകുന്നു. ഞാൻ പറഞ്ഞേ എന്തൊക്കെ തട്ടിപ്പാണ് എല്ലാവരും. അപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, പണം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ മനോഭാവത്തിൽ ജാതി വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ ക്രിസ്ത്യാനികൾ മോശമാണെന്നോ ക്രിസ്ത്യാനികൾ ഭേദമെന്നോ, മുസ്ലിങ്ങൾ മോശമാണെന്നോ മുസ്ലിങ്ങൾ ഭേദം ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഈ തരത്തിലുള്ള ആർത്തി. പിന്നെ അതുകൊണ്ട് കൂടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ ആരോഗ്യം. നമ്മൾ ഇപ്പോ ഇത്രയൊക്കെ ദാരിദ്ര്യമുള്ള കാലത്ത് ഇല്ലാത്ത അളവിൽ എങ്ങനെയാണ് ആത്മഹത്യ കൂടിയത്? നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ യുഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊന്നും ആത്മഹത്യ. കേരളത്തിൽ ഒരു ദിവസം 23 പേര് ആത്മഹത്യ ചെയ്യുന്നു. 23 പേര്. ആത്മഹത്യയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ആദ്യത്തെ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം. അപ്പോ ഒരു ചെറിയ ചോദ്യമാണിത്, ഇത്ര വലിയ നട്ട ദാരിദ്ര്യം. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടൊരു ചൊല്ലിതാണ്, കർക്കിടകത്തെ പറ്റി പറയാം, പഞ്ഞമാസം എന്ന് പറയും. എന്താണ്? 10 ദിവസം ചക്കയും വാങ്ങി, 10 ദിവസം താളും തവരി, 10 ദിവസം അങ്ങനെ ഇരിക്കും. അതോ അന്നൊന്നും പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ഞങ്ങളാരും കേട്ടിട്ടേ ഇല്ല. അന്ന് ആത്മഹത്യ ചെയ്യുന്ന ആരാന്ന് പറയും? ഒന്ന് എന്തെങ്കിലും
അബദ്ധം പറ്റിയിട്ട് പേര് ചീത്തയായി പോയ പെണ്ണുങ്ങൾ അന്നിപ്പോ ഗർഭനിരോധനം ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് വല്ല കുളത്തിലോ കെട്ടിലോ ചാടി. പിന്നെ അസുഖം വന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പള്ളവേദന വന്നു, ഓപ്പറേഷൻ പറഞ്ഞു പോയി തൂങ്ങി മരിച്ചു. കാരണം ആളുകാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ പോയിട്ട് ആണ്ടിക്കുട്ടി എന്നൊരു സാധനം ഞങ്ങളുടെ മൂത്താണ്, ഞങ്ങളുടെ വീട്ടിലാണ് നടന്നത്, നമ്മുടെ തൊട്ട വീട്ടിൽ തന്നെ ഒരു അച്ഛനെ ചൂക്കടയൊക്കെ എടുത്തിട്ട് ഉമ്മ പോയിട്ടതാണ്. അപ്പൊ ഇവന് അസുഖമാണ്. അപ്പൊ എന്നിട്ട് എൻ്റെ ബാപ്പ ഒരു കച്ചവടം ഇട്ട് കൊടുത്തു. അപ്പൊ എന്നും അസുഖമാണ്. അവസാനം ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു ആണ്ടിക്കുട്ടി ഇനി ഓപ്പറേഷൻ അല്ലാതെ വഴിയില്ല. അവൻ അന്ന് രാത്രി തൂങ്ങി മരിച്ചു. കാരണം ഓപ്പറേഷൻ പഠിച്ചു. അല്ല ദാരിദ്ര്യം കൊണ്ട് ഒരാളും ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ഞാൻ ചോദിക്കും, ഇത്രയും സമ്പൽ സമൃദ്ധിയുള്ള ഒരു കാലത്ത് എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ ആൺപെൺ ഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ അളവിൽ നമ്മൾ കുടിക്കുന്നത്? എന്ത് മറക്കാൻ വേണ്ടിയാണ്? എന്ത് സഹിക്കാൻ വേണ്ടിയാണ്? എന്ത് അത്യാവശ്യം ഉണ്ടായിട്ടാണ്? ഒരു കണക്കില്ലല്ലോ കുടുങ്ങി. ഇപ്പോ ഗവൺമെന്റ് അറിയുന്ന കണക്ക് ഇതിനു മുമ്പത്തെ എന്താണ് ന്യൂ ഇയറിന് നവവത്സര ദിനത്തിന് കുടിച്ചത്, ഒരു ദിവസം കുടിച്ചത് ഞാൻ 39 കോടി രൂപയ്ക്ക് കുടിച്ചു. അപ്പൊ കേരളത്തില് ഒന്നാമത്തെ കാര്യം പകുതിയിലധികം പെണ്ണുങ്ങളാണ്. അതാണ്. രണ്ട്, ഇവിടുത്തെ എത്രയോ ലക്ഷം ആളുകൾ ബോംബെയിലുണ്ട്, ദുബായിലുണ്ട്, ന്യൂയോർക്കിലുണ്ട്, ഫ്രാങ്ക്ഫർട്ടിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, കൽക്കട്ടയിലുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് ആരെയും കുടിച്ചത്? അപ്പൊ എത്രയാണ് കുടിച്ചത്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത അളവിലുള്ള മദ്യാസക്തി, മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയാത്ത അളവിലുള്ള ആത്മഹത്യാവാസന, പിന്നെ ഹിംസ, ഇതെങ്ങനെ പെരുന്നു? ഇപ്പൊ എനിക്ക് പറയാൻ വളരെ വിഷമമുണ്ട്. എന്നുവെച്ചാല് നമ്മുടെ പെൺകുട്ടികൾ റോഡിൽ സുരക്ഷിതരല്ല എന്നുള്ളതിനെ പറ്റി പറയാനില്ല. വീട്ടിൽ സുരക്ഷിതരല്ല എന്ന് ആരോട് എങ്ങനെ പറയും? നമ്മൾ വീട്ടിനകത്ത് സ്വന്തം അച്ഛനെയും അമ്മാവനെയും ഏട്ടനെയും അനിയനെയും അളിയനെയും വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ അരക്ഷിതരാണ്. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, മതബോധമുണ്ട്, പണമുണ്ട്, എന്തും കൊണ്ടുവരാനുള്ള നേടാനുള്ള എങ്ങോട്ട് പോയെല്ലാം നമ്മൾ പഠിച്ചു. എന്നിട്ട് ഇപ്പൊ എത്തിയത് സംസ്കൃതത്തിൽ പറയുന്നു, എവിടെയാണ് സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ഏറ്റവും ഗംഭീരമായ സ്ഥലം. കേരളീയ സംസ്കാരം അതിന്റെ ഏറ്റവും വലിയ സമൃദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഇതിനെന്താ മറുപടി? നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകളെ നമുക്ക് ഇത് പഠിപ്പിക്കാൻ സാധിക്കാതെ? നമ്മുടെ കുട്ടികൾ അവർ ഈ അളവിൽ മയക്കുമരുന്നിനും മദ്യത്തിനും, പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം വ്യക്തിബന്ധങ്ങൾ വളരെയധികം കുറഞ്ഞു. ഇന്നാളും എൻ്റെ നാട്ടിൽ ഏറ്റവും നല്ല അയൽക്കാരൻ എന്നുള്ള ഒരു അവാർഡ് ഒരാൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മുല കുട്ടീനെ അമ്മമാർക്ക് അവാർഡ് കൊടുക്കേണ്ടി വരും. എന്താ കാരണം? ആ മുല കൂട്ടുന്നൊരു പണിയില്ല. അപ്പൊ ഈ തരത്തിൽ ക്രിസ്തു നല്ല അയൽക്കാരന്റെ കഥ പറയുന്നു. തന്റെ സമുദായത്തിൽ നിന്ന് വ്യത്യസ്തമായ സമുദായത്തിലെടുത്തിന്റെ കഥ പറയും. സമരിയക്കാരും അവരും തമ്മിൽ ലോക്യമായിരുന്നില്ല. ക്രിസ്തുവിന് ഉദാഹരണം എടുത്തത് ഇവരുടെ ലോക്യം കൊണ്ടൊരു സംഭവം, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വികാസം കൊണ്ട് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യയുടെ കാര്യം എല്ലാവരും പറയാം. ഏറ്റവും ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം ആരും പറയാൻ വയ്യ. ബാപ്പയ്ക്ക് വേറെ ഒരു പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചതോ അല്ലാത്തതായ ബന്ധമുണ്ട് എന്ന് തോന്നിയിട്ട് 2 മക്കള് ബാപ്പയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് ഇത് ഉമ്മയുടെ അറിവോടും അനുവാദത്തോടു കൂടി എന്നിട്ട് ഒരു ബാംഗ്ലൂർ അടുത്തൊരു തടാകത്ത് കൊണ്ടുപോയി ഡെഡ് ബോഡി തട്ടിക്കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ബാപ്പയെ കാണാനെന്ന് എഴുതി. ഇപ്പോ അതിന്റെ അയൽവക്കത്തുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഈ സ്വത്തൊക്കെ എഴുതി വെച്ചിട്ട് ഈ മക്കൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ശ്രീലങ്കക്കാരുടെ ഒരു പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ട്. എല്ലാവരും വെച്ചിട്ട് അതിലൊരു കുട്ടിയുണ്ട്. ആ പെണ്ണിന് കുട്ടിക്ക് സ്വത്ത് എഴുതിയിട്ട് ഇവരുടെ ഈ കൊല്ലാൻ കൂട്ടുനിന്ന ഈ ഉമ്മയ്ക്കും. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട്
ബാലുശ്ശേരിയിൽ ഉണ്ടായൊരു ഞങ്ങളുടെ അടുത്താണ് ഇത് പാപ്പയെ കൊണ്ടു താമരശ്ശേരി തൊട്ടപ്പുറത്ത് ബാലുശ്ശേരി എന്നുവെച്ചാൽ വിചിത്രമായ കാര്യം. അവിടെ ഒരു വീട്ടമ്മയെ ഒരു തമിഴൻ അവിടെ പണിക്ക് വരും തമിഴ് കൊന്നപ്പോ ഇവനെ പോലീസ് പിടിച്ചു. അത് അത്ര സമർത്ഥമായില്ല പണി. പോലീസ് പിടിച്ച് ഇവനെ ഭേദ്യം ചെയ്തത്. എന്തിനാണ് കൊന്നത്? അപ്പൊ അവൻ പറഞ്ഞാണ് അറിയുന്നത്, ഈ സ്ത്രീയുടെ അമ്മായി അപ്പനെ, അതായത് ഭർത്താവിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഇവര് കൊട്ടേഷൻ കൊടുത്തു. 5 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു. എന്തിനാണ്? ഒന്നുമില്ല, അയാൾക്ക് കുറച്ച് സുഖമില്ല, ഒരു ഭാഗം തളർന്നുണ്ട്. അപ്പൊ അയാളെ സംരക്ഷിക്കാനും സൃഷ്ടിക്കാനും കഴിയില്ല ഭർത്താവിന്റെ അച്ഛനാണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ കൊട്ടേഷൻ മേടിച്ചോ വന്നിട്ട് ശ്വാസം മുടിച്ച് കൊന്ന് ഇവരുടെ സഹായത്തോട് കൂടി അയാൾ സുഖമായി കിടക്കുന്ന അത് മരിച്ചു നേരിച്ചു. അയാളുടെ ശവം ധരിച്ചൊക്കെ കഴിഞ്ഞു. ഇവൻ 50,000 രൂപ ഏമ കൊടുത്തു. പിന്നെ അവൻ 4.5 ലക്ഷം ചോദിച്ചു വന്നു. അന്നപ്പോ കുറച്ച് ഇവർ പറഞ്ഞു, നീ ഒരു കൊലക്കേസ് പ്രതിയാണ്, ഞാൻ പോലീസിൽ പറഞ്ഞാൽ നീ നിന്നെ തൂക്കിക്കൊല്ലും, പോയിക്കോളും, പൈസ ഒന്നും വരുന്നു. അവർ ക്ഷമിച്ചു, അവർ EMI കൊടുത്തു. അപ്പൊ ഈ രണ്ടാമത്തെ കൊലപാതകം കൊണ്ടാണ് ആദ്യത്തെ കൊലപാതകം തെളിഞ്ഞത്. അപ്പൊ എവിടെ എത്തിയത്? ഭർത്താവിന്റെ അച്ഛനെ പരിചരിക്കാൻ വയ്യ എന്ന് വെച്ചിട്ട് കൊട്ടേഷൻ കൊടുത്ത് ഭർത്താവിന്റെ അച്ഛനെ കൊല്ലിക്കാം. ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തെ വിടുക, ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തെ വിടുക. സ്വത്ത് മോഹിച്ച് അച്ഛനെ കൊന്ന് ഒരു ഉടുപ്പില്ലാതെ ഞാൻ പറയാം. എനിക്ക് ആദ്യം കേട്ടു, ഗുരുവായൂർ അമ്പല നടയില് അമ്മ, മുത്തശ്ശി, ചെറിയമ്മ, അമ്മായി തുടങ്ങിയവരെ നട തള്ളിയിരിക്കുന്നു. എത്ര പേര്? 352 പേര് ഇപ്പൊ ഉണ്ട്. അത് ടിവിയിൽ കാണും. ഒരു പശുവിന് അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പോത്തിന് അല്ലെങ്കിൽ കാളയെ ഒക്കെ നട തള്ളും പോലെ ഇത് എത്രയാ അഗതി മന്ദിരങ്ങൾ, എത്രയാ അനാഥ മന്ദിരങ്ങൾ, എത്രയാണ് ഓൾഡ് ഏജ് ഹോംസ്. അച്ഛനെയും അമ്മയും സംരക്ഷിക്കാൻ കാശും സൗകര്യവും ആരോഗ്യവും കൂടിയപ്പോ മറ്റെല്ലാ കാര്യങ്ങളും മേലെ ഇപ്പൊ കേരളത്തില് 10ൽ 60 കഴിഞ്ഞ ആൾക്കാർ. കേരളത്തിലിപ്പോ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 72 വയസ്സാണ്. അമേരിക്കയിലത് 79 വയസ്സാണ്. അത്ര മുന്നെണ്ണം. പഴയ പാട്ട് പറയും, പല മരണങ്ങൾ കേൾപ്പാനില്ല. വലിയൊരു സാമൂഹ്യമായ ആരോഗ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വലിയ നേട്ടമായിട്ട് നമ്മുടെ പാട്ട് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികൾ മരിക്കുക എന്നുള്ള വളരെ സ്വാഭാവികം. എന്താണ്? എന്തേ പറ്റി? അത് ചെയ്യിച്ചില്ല എന്ന് പറഞ്ഞു, ശേഷിച്ചില്ല എന്ന്, കുട്ടികൾ മരിച്ചു. ഇന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോ ആരോഗ്യം വളരെ കൂടി, ആയുസ് കൂടി, എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഈ കൂടിയതിന്റെ എന്താണ് നമുക്ക് ബാക്കിയായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എൻ ദാസ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ലേഖനത്തിൽ പറയുന്നത്, ദരിദ്രന് സ്വന്തം ജീവിതം സ്വന്തമാണ് എന്ന് തോന്നാത്തതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോ അവിടെ ഇപ്പോ കുടുംബങ്ങള് അച്ഛനും അമ്മയും കൂടി മക്കളെ കൊല്ലുക, പിന്നെ എന്നിട്ട് അവര് വിഷം കഴിക്കുക, അല്ലെ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ അപ്പൊ ഇതൊക്കെ വീടിന്റെ കടം വന്നു. എന്താണ്ടായത്? ഈ ആർത്തി മൂത്തിട്ട്, ഈ കൺസ്യൂമറിസം മൂത്തിട്ട് എവിടെ എത്തിച്ചാലും അപ്പൊ നമുക്ക് ഉണ്ടാവുന്നത് വളരുന്നത് ഇല്ലായ്മ. ഫോണില്ല, ഉടനെ അതിന് STD ഇല്ല, IST ഇല്ല, അപ്പൊ കോഡ്ലെസ് ഇല്ല. ഉടനെ മൊബൈലില്ല, മൊബൈൽ വന്നു. പിന്നെ അതിനകത്ത് ഇന്റർനെറ്റ് കിട്ടുന്നില്ല. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഈ ഇല്ലായ്മയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കഥയുണ്ട്. അവിടെ ആരെന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറഞ്ഞൊരു കുഞ്ഞാലിയില്ല. കുഞ്ഞാലിയുടെ മുതലാളിക്ക് അവനുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാനൊരു മോഹമായിട്ട് കളത്തിൽ നിൽക്കുമ്പോൾ ചോദിച്ചു, കുഞ്ഞാലി ഇവിടെ എലിയുണ്ടോ? കുഞ്ഞാലി പറഞ്ഞു, മുതലാളി ഇവിടെ എലി അല്ലാതെ ഒന്നുമില്ല. എലി അല്ലാതെ ഒന്നും. അപ്പോ ഒരിക്കലും തൃപ്തി വരാതെ, ധന്യത വരാതെ, മതി എന്ന് തോന്നാതെ, ഒരിക്കലും മതി വരുന്നില്ല. അപ്പോ ഇപ്പോ എന്തിനാണ് ഇപ്പോ ഞാൻ ചില മാഷന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ
എന്നാണ് ഞാൻ കണ്ണൂരിൽ പറഞ്ഞു, മാഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ 1-ാം തീയതി പെൻഷൻ കിട്ടി അടുത്ത 1-ാം തീയതി നമ്മൾ തീരുന്നതായിരുന്നു കണക്ക്. ഇപ്പത് തീരുന്നില്ല, പിന്നെ പല വികസം. അപ്പോ പണം കുമിഞ്ഞുകൂടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയാണോ ഉണ്ടായത്, അത് വർദ്ധിക്കാനുണ്ടായത്? അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ ഭൗതിക സാഹചര്യങ്ങൾ മനോഭാവങ്ങളെ നിയന്ത്രിക്കും? ഇത് മാർക്സിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. ഞാൻ ഒരു ഉദാഹരണം. ഇപ്പൊ നമ്മളൊക്കെ പേന എന്താണ് ഡിസ്പോസിബിൾ ആണ്, അത് എഴുതി കുറച്ച് കഴിയുമ്പോൾ കപ്പ്, ശ്വാസം എല്ലാം ഡിസ്പോസിബിൾ ആണ്. അപ്പൊ ഡിസ്പോസിബിൾ ആണ്, ത്രോ അവേ കൾച്ചർ എന്ന് പറയും. ഒക്കെ ഡിസ്പോസിബിൾ ആയി കഴിഞ്ഞാൽ അതിലൊരു കാര്യമുള്ളൂ, ഒന്നിന്റെ മൂല്യം തീരുമാനിക്കുന്നത് അതിന്റെ ഉപയോഗമാണ്. ഇംഗ്ലീഷിൽ പറയും പോലെ യൂട്ടിലിറ്റി. അപ്പോ ഉപയോഗം ഉള്ളത് മാത്രമേ വേണ്ടൂ, ഉപയോഗം ഇല്ലാത്തത് കളയാമോ? അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരു വാച്ച് വാങ്ങി, എത്ര മോശം വാച്ചാണെങ്കിലും അത് കുറച്ചുകാലം കെട്ടിയാൽ നമുക്ക് അതിനോടൊരു ബന്ധമില്ല, വാച്ചിനോട്. ഇപ്പോ വെള്ളം കുടിച്ചു, ഗ്ലാസ് എറിഞ്ഞു, ഊണ് കഴിച്ചു, ആ പേപ്പർ എറിഞ്ഞു, പേന എറിഞ്ഞു, ചെരുപ്പ് കുത്തികളൊന്നും ഇപ്പൊ കോഴിക്കോട്ടൊന്നും ഇല്ല, എന്നുവെച്ചാൽ അത് തന്നെ. അപ്പൊ ഇങ്ങനെ ഇതൊരു മനോഭാവമായി കഴിയുമ്പോൾ, ഇതൊരു മനോഭാവമായി തീർന്നു കഴിഞ്ഞാൽ ഈ ത്രോ അവേ കൾച്ചർ എന്നുള്ളത് ഒരു നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ വേ ഓഫ് ലൈഫിന്റെ, നമ്മുടെ ജീവിത രീതിയുടെ, നമ്മുടെ മനോഭാവത്തിന്റെ, നമ്മുടെ ശീലത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഉപയോഗമില്ലാത്ത ഒരു സുഹൃത്തിനെ സുഹൃത്താന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, ഉപയോഗമില്ലാത്ത അമ്മയെ അമ്മയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം യൂട്ടിലിറ്റി ഇല്ല. ഇപ്പൊ ഒരു യൂട്ടിലിറ്റി പുതുതായിട്ട് വന്നിട്ടുണ്ട്. കാരണം പ്രസവം ദുബായിലോ ന്യൂയോർക്കിലോ ആണെങ്കിൽ എന്നാ പിന്നെ അമ്മ അങ്ങോട്ട് പോരി, കുട്ടിക്ക് 6 മാസം എടുക്കും. അയ്യോ അച്ഛനോട് ഒറ്റയ്ക്കുള്ള അമ്മ അങ്ങോട്ട് പോയിക്കോളൂ. അമ്മയെ കൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം. എന്താ അത്? ബേബി സിറ്റിങ്ങിന് ഒരാളെ കിട്ടില്ല, ഇദ്ദേഹത്തിന് ഭയങ്കര കാശാണ്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ ഉപയോഗം വന്നിട്ടുണ്ട്. ഈ ഉപയോഗം കൂടി ഇല്ലാത്തപ്പോഴാണ് നമ്മുടെ ഗുരുവായൂരിൽ നടതള്ളുന്നത് അല്ലെ? സിനിമകളിൽ എങ്ങനെയാണ് നമ്മള് ഓൾഡ് ഏജ് ഹോംസ്, വൃദ്ധസദനം. ഞാൻ ആ സംസ്കാരത്തിന്റെ യാത്രയുടെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്ദുലേഖ എന്നുള്ള നോവല് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ, നമ്മുടെ മരുമക്കത്തായം എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു 50 കൊല്ലം കഴിഞ്ഞ് വരുന്ന വാസുദേവൻ നായരുടെ 4 കെട്ട് എന്നുള്ള നോവല് അത് തകരാൻ തുടങ്ങുന്നത് എങ്ങനെ ചിത്രീകരിക്കുന്നു? അത് അപ്പുണ്ണി പറഞ്ഞത്, അത് പൊളിച്ചു കളയും, പൊളിച്ച വരട്ടെ. ഒരു 50 കൊല്ലം കൂടി കഴിയുമ്പോൾ TV കൊച്ചുബാവ വൃദ്ധസദനം എന്നൊരു നോവലുണ്ട്. അപ്പൊ ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ നടന്നെത്തിയത് ഈ ഇന്ദുലേഖയിൽ നിന്ന് 4 കെട്ടിലൂടെ വൃദ്ധസദനത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൃഹനിർമ്മാണ രീതികളുടെയും നമ്മുടെ കുടുംബ സങ്കല്പങ്ങളുടെയും യാത്ര എങ്ങനെയാണ് ഈ ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് വന്നത് എന്ന് മനസ്സിലാവും. ഇപ്പോ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചത്. ക്യാപിറ്റലിസം കഴിഞ്ഞ് സോഷ്യലിസം, അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം എന്നൊക്കെ നമ്മൾ ഇതൊക്കെ ചരിത്രം ഇങ്ങനെയാണ്, ഇങ്ങനെ മാത്രമേ ചരിത്രം പോവുള്ളൂ. എംഎസിന്റെ പ്രസിദ്ധമായ വാചകം, ചരിത്രത്തിന് പിന്നോട്ട് നടക്കാൻ കഴിയില്ല, ചരിത്രം പിന്നോട്ട് നടക്കും എന്ന് നമ്മൾ തെളിയിച്ചു. ചരിത്രം പിന്നോട്ട് നടക്കും എന്ന് തെളിയിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോ ഈ മുഖം മൂടുന്ന പർദ്ദ. 20 കൊല്ലം മുമ്പ് ജനതയുടെ സാധനമില്ല. അപ്പോ ഈ തരത്തില് എല്ലാ വിഭാഗങ്ങളിലും മതവർഗീയത, മതമൗലികവാദം, അതിനോട് ബന്ധപ്പെട്ട ഹിംസ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് ഈ തരത്തിൽ ഇപ്പോ മലാല യൂസഫ് സായിയെ തള്ളിപ്പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ കേരളത്തിലുണ്ട്. അറിയിച്ചു പുതിയ ന്യായങ്ങളാണ്. അവള് ഒന്ന് ഞാൻ പത്രത്തിൽ വായിച്ചെന്നാണ്, അവള് സൽമാൻ റുഷ്ദിയെ ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോ എന്ത് വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു ബ്ലോഗ് എഴുതിയാണ് ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയുടെ തലച്ചോറിലേക്ക് വെടിവെക്കുന്നു. പിന്നെ ഓള് എന്നോട് പറഞ്ഞിരുന്നു, നമ്മുടെ തൽക്കാല പ്രസിഡന്റ് പറഞ്ഞ ചുംബന സമരം. ഞാൻ ഈ ചെറിയ കാര്യം ചുംബന സമരം അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കേരളത്തിന്റെ എല്ലാവരും കുറെ ആളുകൾ. ഞാൻ ചോദിക്കുന്നത്, ഹിംസ ഒരു സംസ്കാര വിരുദ്ധമായ പണിയാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലും ഒന്നിനെ പ്രതിഷേധിക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി
ഹർത്താൽ നടത്തുമ്പോൾ, ബന്ദ് നടത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഹിംസകൾ നടക്കുന്നു, ആ സമരരീതി തെറ്റാണ്, അത് ജനവിരുദ്ധമാണ്, അത് ഹിംസയാണ് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് മുമ്പ് എനിക്കിപ്പോൾ ആലോചിക്കാൻ വയ്യാത്തൊരു രംഗം ഞാൻ പറഞ്ഞു. ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ വന്നു. രാത്രി അയാൾ വന്നത്, രാവിലെ ബന്ധാണ് എന്നറിയാതെ അയാൾ വളരെ കൊല്ലം മുമ്പ് അംബാസഡർ കാർ എടുത്തിട്ട് പാലക്കാട്ടേക്ക് പോവാം. സമരക്കാര് ആ കാറ് എറിഞ്ഞു പൊളിച്ചു. ആ കാറിൽ ഇരുന്ന് ആ ചെറുപ്പക്കാരൻ മരിച്ചു. അയാൾ ആരാന്ന് എറിഞ്ഞ ആൾക്കറിയില്ല, എന്തിനാണ് അയാൾ എറിഞ്ഞെന്ന് അയാൾക്കറിയില്ല. ഇത് സംസ്കാര വിരുദ്ധമാണ്, ഇത് നമ്മുടെ പാരമ്പര്യത്തിന് ചേരുകയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒരു സമരക്കാരൻ ഓടിപ്പോകുന്ന ട്രെയിനിന് കല്ലെറിയുമ്പോൾ ഏറെ കൊണ്ടിട്ട് എടുക്കുന്ന കണ്ണും ഒരു സങ്കല്പമല്ല, ഇതൊക്കെ ഉണ്ടായത് നാട്ടിൽ. അപ്പൊ ഹിംസയെ പറ്റി, ആരോട് കാണിക്കുന്ന ഹിംസയെ പറ്റി നമുക്ക് യാതൊരു തരത്തിലുള്ള ബേജാറും ഇല്ല. അതിന് പാർട്ടി ഭേദമല്ല, ജാതി ഭേദമല്ല, പ്രദേശഭേദമല്ല. അപ്പോ ഞാൻ വടക്കുന്ന വരുന്ന ആളാണ്. അവിടെ ഇവിടത്തേക്കാൾ അധികം ഒന്ന് മൂത്തിട്ടത് നിങ്ങൾക്കറിയാലോ. അപ്പോ അവിടെ സ്വാഭാവികമായിട്ടും വടക്കമ്പാട്ടില് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം എന്താ, മൂപ്പുള്ള തീരുമാനിക്കാൻ, വെട്ടി മരിക്കാൻ. അപ്പോ അതിപ്പോ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഈ ഹിംസയാണ് ഏറ്റവും വലിയ അശ്ലീലം, ഹിംസയാണ് ഏറ്റവും വലിയ അധർമ്മം, ഹിംസയാണ് ഏറ്റവും വലിയ സംസ്കാരരാഹിത്യം. സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹിംസയാണ്. എന്നിപ്പോ ദാരിദ്ര്യമുള്ള കാലത്തല്ല, ദാരിദ്ര്യം തീർത്ത് സമ്പത്തുള്ള കാലത്താണ് നമ്മുടെ ഹിംസ വർദ്ധിച്ചത്. നെഹ്റു ഒരിക്കൽ ചോദിച്ചത് ഭയങ്കര ബംഗാൾ ക്ഷാമത്തിന്റെ ഇടയിൽ ഒരു ഗോതമ്പ് ചാക്കുകൾ അട്ടിയിട്ട ഒരു ഗോഡൌണിന്റെ മുമ്പിൽ ഒരു കാവൽക്കാരൻ പട്ടിണി കൊണ്ട് മരിച്ചു. നെഹ്റു ചോദിക്കാൻ പാടില്ല, പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരൻ ചോദിച്ചു. ആ വിശന്ന് മരിക്കുന്ന നേരം കൊണ്ട് അവിടുന്ന് ആ കാവൽ നിൽക്കുന്ന നേരം കൊണ്ട് ആ ഗോതമ്പ് ചാക്കുകൾ ഒന്ന് എടുക്കായിരുന്നില്ലേ? അതിനയക്ക് തോന്നിയില്ലല്ലോ. അന്ന് ഇല്ലാത്ത ആത്മഹത്യ, അന്ന് ഇല്ലാത്ത ഹിംസ, അന്ന് ഇല്ലാത്ത മദ്യപാനാസക്തി എങ്ങനെയാണ് നമുക്ക് വരുത്തുന്നത്? എൻ്റെ കയ്യിൽ ഒരു മറുപടിയും. നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നിപ്പോ പണ്ട് നോവലുകളും കഥകളും സാഹിത്യവും നാടകവും ഒക്കെ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും ജീർണതയും ഇല്ലാതെയാക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ വരുന്ന മിക്ക സിനിമകളും പ്രത്യക്ഷമായോ പരോക്ഷമായോ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കൃത്യമായി അനുകൂലിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു സിനിമ, ഒരു എക്സാമ്പിൾ പറയുന്നത് പൈതൃകം എന്നൊരു സിനിമയുണ്ട്. അതിൽ ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ആളായിട്ട് നടക്കുകയാണ് മകൻ. അത് സുരേഷ് ഗോപിയാണ്. ഓർക്കേണ്ട സിനിമ എനിക്കറിയാം അല്ലേ? അപ്പൊ അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ് നരേന്ദ്രപ്രസാദ്. അപ്പൊ എന്നിട്ട് നരേന്ദ്രപ്രസാദ് പറഞ്ഞ മാതിരി കാര്യം നടക്കുന്നത് ആ യുക്തി, ഇപ്പൊ സംഭവിച്ച കാര്യം യുക്തിയാണ് പതുക്കെ പിൻവാങ്ങിപ്പോകുന്നത്. ജനാധിപത്യത്തിന്റെ കെടുതികളിലൊന്ന് യുക്തിയുടെ ഈ ദൗർബല്യം. ഞാൻ പറഞ്ഞത് അവിടെ ആശുപത്രികൾ പെരുകുന്നു, മരുന്ന് ധാരാളം വരുന്നു, മെഡിക്കൽ കോളേജുകൾ വരുന്നു, കുട്ടികൾ MBBS പാസ്സായി വരുന്നു. ഇതിന്റെ ഒക്കെ കൂട്ടത്തിൽ ഒരു ചികിത്സയും വേണ്ട, മുടിയിട്ട വെള്ളം കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോ അവിടെ ഇന്നാള് അവിടെ മരിച്ചത് ഗർഭിണിയായ ഒരു സ്ത്രീ, 6 മാസം ഗർഭമുള്ള ഒരു പെൺകുട്ടി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നിടത്ത് അവരുടെ ഭർത്താവിന്റെ ആളുകൾ അവിടെ ബലം പ്രയോഗിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ നിന്ന് മന്ത്രവാദം നടത്തിക്കൊണ്ട് പോയി. ഇതൊക്കെ സ്ത്രീവിരുദ്ധാണ്. ഞാൻ അവിടെ പറഞ്ഞു, മന്ത്രവാദം കൊണ്ട് ചവിട്ടുകൊണ്ട് മരിക്കുന്നതൊക്കെ പെണ്ണുങ്ങൾ, ആണുങ്ങളായി മരിക്കാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശുപത്രികൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ആശുപത്രികളെക്കാൾ പ്രധാനമാണ് ഈ മന്ത്രവാദം അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ കൂടോത്രം എന്ന് വരുന്നത്? ഈ പ്രാകൃതമായ ചികിത്സാ രീതികൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ കുടിചാത്ത സേവ അത്തരത്തിൽ പരസ്യം വരികയാണ്. അടിച്ചു മഹാകാളി വെറുതെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, എല്ലാവർക്കും ബാധ കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. കൈരളി ചാനലുകാര് ശബരിമലയിൽ മകരജ്യോതി എന്നൊരു ഏർപ്പാട്, അന്തച്ചലി അപ്പുറത്തെ
മലയിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാരും അമ്പലക്കാരും അവിടുത്തെ ആദിവാസികളും കൂടിയിട്ട് കർപ്പൂരം കത്തിച്ച് കാണിക്കുന്നതാണ് ഈ മകരജ്യോതി എന്ന് പറയുന്നത്. ആകാശത്ത് തെളിയുന്നു. ഇത് കൈരളി ചാനൽ കണ്ടെത്തി ഇത് മുഴുവൻ കാണിച്ചു. ഒരു ദിവസം കാണിച്ചപ്പോഴേക്ക് അല്ല ഒരു തവണ കാണിച്ചപ്പോഴേക്ക് അത് മുഴുവൻ പാർട്ടി ഇടപെട്ടത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചോദിച്ചാല് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തെ അല്ല ഞാൻ എതിർക്കുന്നത്. ഈ മതവിശ്വാസത്തിൽ ഉൾപ്പെട്ടപ്പോ അവിടെ ഇപ്പൊ മകരജ്യോതി ഇങ്ങനെയാണ് കത്തുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം, ഒരു യുക്തിബോധം ഉണ്ടാവുകയാണ് മനുഷ്യന് വേണ്ടത്. നിങ്ങൾക്ക് ഈ യുക്തിബോധം ഇത് അയുക്തിയാണ് എന്ന് പറഞ്ഞ ഒരാള് ദൈവത്തെ നിഷേധിച്ചോളുന്നില്ല. പറഞ്ഞിട്ടൊക്കെ നമ്മളെല്ലാ ഭാഗത്തും ഇപ്പോ യുക്തിചിന്ത ഇല്ലാതെയായി, കാര്യകാരണ ബന്ധം ഇല്ലാതെയായി, അനാചാരങ്ങളെ പറ്റിയും അന്ധവിശ്വാസങ്ങളെ പറ്റിയും അതൊക്കെ പിന്തുടരുന്ന ആളുകൾ മാത്രം അല്ലാത്ത ആളുകൾ അതിനെപ്പറ്റി മൗനം പാലിക്കുന്ന ഒരവസ്ഥ വന്നു. മാത്രമല്ല നമുക്ക് ഒന്നും ചോദ്യം ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയായി. കാരണം ചോദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിസന്ധികളിൽ പ്രധാനം ഇതിലൂടെയൊക്കെ ഊറിക്കൂടി വന്ന ഒറ്റ വാക്കിലാ പറയുന്നെങ്കിൽ ഞാൻ പറയും അരാഷ്ട്രീയതയാണ്. ഇപ്പോ രാഷ്ട്രീയ പ്രബുദ്ധമാണ് കേരളം. ആദ്യം സോഷ്യലിസം, ജനാധിപത്യം, ദേശീയ പ്രസ്ഥാനം, ഗാന്ധിസം, മാർസിന്റെ ആദ്യത്തെ ജീവനം ഉണ്ടാകുന്നത് കേരളത്തിൽ 1912 സ്വദേശാഭിമാനം. അത്തരത്തിലായിരുന്നു ഗാന്ധിസം, ഗാന്ധിയെ ഒക്കെ വലിയ പ്രസ്ഥാനങ്ങളായിട്ട്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെയാണ് ഇവിടെ. 21-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് ഒരു കാര്യം നമ്മൾ മിക്കവാറും ഓടുന്നത് റിവേഴ്സ് ഗിയറിലാണോ എന്ന് സംശയിക്കാവുന്ന അനവധി കാര്യങ്ങൾ, നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സൗകര്യങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 കൊല്ലം മുമ്പ് ലണ്ടനിൽ പോയി. ഞാൻ അമ്പലത്തെ കാര്യം കോഴിക്കോട്ടോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഇല്ലാത്തൊരു സൗകര്യം ഞാൻ അവിടെ കണ്ടില്ല. അന്ന് മെട്രോ മാത്രം അങ്ങനെ കണ്ടൊരു സാധനം. പിന്നെ ഈ സാറ്റലൈറ്റ് നാവിഗേഷൻ അതിപ്പോൾ കോഴിക്കോട്ട് വന്നു. അത്രയധികം എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ എൻ്റെ വില്ലേജിൽ, എൻ്റെ ഗ്രാമത്തിൽ ഒരുപടി ഈ നല്ല കാര്യങ്ങളുടെ ഇടയിൽ എവിടെയാണ് നമ്മൾ ചോദിക്കും, where is the knowledge we lost in the information, and where is the wisdom we lost in the knowledge? ഞാൻ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഭൗതികമായ സൗകര്യങ്ങളൊക്കെ കൂടി വന്ന ഒരു കാലത്ത്, സമൃദ്ധിയുടെ ഒരു കാലത്ത്, ശരിക്കും മാവേലി പാട്ടിൽ പറഞ്ഞ ഒരുമാതിരി എല്ലാം ആയിക്കഴിഞ്ഞു. ഈ കാലത്തും എങ്ങനെയാണ് നമുക്ക് ക്രിസ്തു നമ്മളെ വാഞ്ചിതമായി, താക്കീതമായി ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിന്നത് എന്ന് ആലോചിക്കേണ്ട സ്ഥിതി എങ്ങനെ വന്നു? ഈ അരാഷ്ട്രീയതയ്ക്ക് എന്താണ് പരിഹാരം? മതങ്ങളിൽ എന്താണ് പരിഹാരം? രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് പരിഹാരം? കലാരൂപങ്ങളിൽ എന്താണ് പരിഹാരം? കുടുംബങ്ങളിൽ എന്താണ് പരിഹാരം? നമ്മൾ ഈ തരത്തിൽ എല്ലാത്തിൻ്റെയും ആത്മാവ് നഷ്ടപ്പെട്ട കൂട്ടരായിട്ട് ഇങ്ങനെ സമൃദ്ധി ഉണ്ടായിട്ട് എന്താണ് വേണ്ടത് എന്ന ഒരു ചോദ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മുടെ സംസ്കാരം ഇന്ന് ഉന്നയിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി, നമസ്കാരം.